കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിലും മുക്കത്തും ഉൾപ്പെടെ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ. രാവിലെ 10 മണിയോടെയാണ് സംഭവം. വിവരമറിഞ്ഞ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. വയനാട്ടിലെ ചില പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിലും മുക്കം മണാശ്ശേരിയിലും കാരശ്ശേരി പഞ്ചായത്തിലെ മൈസൂർമല, പാറത്തോട്, മാവൂരടക്കം സമാനമായ സംഭവങ്ങളുണ്ടായ വാർത്ത പുറത്തു വന്നത്. കൂടരഞ്ഞിയിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു. 10 കാണും സമയം. അപ്പൊ ഞാൻ ആ അടുക്കളയുടെ ജനലിൽ അവിടെ നിൽക്കുന്നു. ഭയങ്കരമായിട്ട് ജനലൊക്കെ ഒന്ന് കുടുങ്ങി ഒരു കിലി ശബ്ദം ഉണ്ടാക്കി. അത് ഇച്ചിരി നേരം നിന്നു, കഴിഞ്ഞു പരിപാടി. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ മൂപ്പരോട് ഇല്ലായിരുന്നു, ചോദിച്ചപ്പോ അവരെ അതൊക്കെ വീട്ടിൽ കൂടി അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. മുക്കം പാമ്പറ്റയിൽ വീടിന് പ്രകമ്പനമുണ്ടായതായും നാട്ടുകാർ പറഞ്ഞു. രാവിലെ 10 മണിയോടെയാണ് സംഭവം. വിവരമറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്ഥിരീകരിച്ചു. എന്നാൽ പ്രദേശത്ത് ഭൂകമ്പ സൂചനകളില്ലെന്നാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നത്. വലിയ പ്രകമ്പനം എവിടെയും അനുഭവപ്പെട്ടിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജി സെന്ററിനെ ഉദ്ധരിച്ച് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രവും അറിയിച്ചു. ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ട കൂടരഞ്ഞി സെബാസ്റ്റ്യന്റെ വീട്ടിൽ ജിയോളജി വകുപ്പും പരിശോധന നടത്തി. അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ശ്രുതിയാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വഴിക്കടവ്, മഞ്ഞപ്പൊയിൽ സൊസൈറ്റി കുന്ന്, പീടികപ്പാറ, കുളിരാമുട്ടി എന്നിവിടങ്ങളിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ടു എന്ന് വീടിന്റെ ജനൽ ചില്ലുകൾ വിറച്ചു എന്നും നാട്ടുകാർ അറിയിച്ചതിന് അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫിന്റെ നേതൃത്വത്തിൽ സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. നിലവിൽ ആശങ്കയുണ്ടാകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നും ഇത്തരത്തിൽ വീണ്ടും എന്തെങ്കിലും സംഭവമുണ്ടാകുന്ന പക്ഷം ആളുകൾ കൂടരഞ്ഞി കമ്മ്യൂണിറ്റി ഹാളിൽ തയ്യാറാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടതാണ് എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അറിയിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭൂചലനമാണോ എന്നുള്ളത് അറിയില്ല. വീടിന്റെ ജനലുകളിൽ ശബ്ദം കേട്ടു, മറ്റ് ചാരിവെച്ച കോണികൾ മറ്റും മറിഞ്ഞു വീണതായി ഈ ആളുകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തിനകം ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടോട് കിട്ടിയതിന് ശേഷമേ പ്രതികരിക്കാൻ പറ്റൂ.